നല്ല ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മസാല ഷവായ ഉണ്ടാക്കി തരുമോ? അതിനെന്താ ഉണ്ടാക്കാലോ? 1.5 കിലോന്റെ കോഴി വിത്ത് സ്കിന്നോട് കൂട്ടി എടുക്കണം കേട്ടോ. കട്ട് ചെയ്തിട്ട് 8 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ റെസിപ്പി ഇതപ്പം പറഞ്ഞുതരാം. 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് മിക്സിന് ചേർത്ത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളത് ആവശ്യമുള്ളതാണ് വെളുത്തുള്ളി. അതിനുശേഷം അതിന് കുറച്ച് മല്ലിച്ചപ്പിന്റെ ഇല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി. എരിവ് ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഞാൻ അധികം സ്പൈസി ഇഷ്ടപ്പെടില്ലാത്തതുകൊണ്ട് അതേ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് അധികം ആകണ്ട. അത് നോർമലി നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി വെളുത്തിട്ട് കൊടുക്കുക. മിക്സിയിൽ ജാറിൽ ഒന്ന് കറക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ മസാല നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ചിക്കന് ശേഷം അതിൻ്റെ മേലെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിലാണ്ട് വെച്ച് സെറ്റ് ആക്കി. അങ്ങനെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് ആശാന തുറന്നിട്ടുണ്ട്. മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു കുക്കർ എടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നല്ല ഹൈ ഫ്ലെയിമിലായതിനു ശേഷം ചിക്കൻ്റെ പീസ് ഇങ്ങനെ 4 പീസ് 1 by 1 ആയിട്ട് അടിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല മുരിഞ്ഞ സ്മെല്ലും ഇങ്ങോട്ട് വരും. ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കുറച്ചുകൂടി മസാലയും അതിൻ്റെ കുറച്ച് ലിവർ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇതാ കുക്കറെ അടച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വിത്തൗട്ട് വിസിലിൽ വേവിച്ചെടുക്കട്ടോ. 20 മിനിറ്റ്. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുക്കർ നമ്മൾ ചേഞ്ച് ചെയ്ത് വലിയൊരു കുക്കർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കേട്ടോ. വലിയ കുക്കർ ഇത് അതേപോലെ പേസ്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ അതുപോലെ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശം നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് സാധനം നല്ല അടിപൊളി സ്മെല്ല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു ഫ്രൈ പാനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്നുകൂടി മസാല മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ കുറച്ച് സീക്രട്ട് കുറച്ച് പാല് കൂടി ആഡ് എന്നിട്ട് 3 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. സാധനം ഇതാ നമ്മളിത് റെഡി ആയിട്ടുണ്ടായി. അടിപൊളി സ്മെല്ല് കിട്ടാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ മസാല ഷവായ റെഡി ആയിട്ടുണ്ട്. മസാല കണ്ടിട്ട് തന്നെ വയൽ വെള്ളമുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. ആദ്യം മസാല നോക്കട്ടെ. ജ്യൂസി നോക്കും. ആ സ്കിന്ന് കൊടുക്കാനൊക്കെ ഇത് പുള്ളി ഞാൻ തന്നെ തിന്നിട്ടാ.